വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അടിമാമിസ് ആണ്. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ചാപ്റ്റർ ആണ് സോഴ്സ് ഓഫ് എനർജി, ഊർജ്ജ സ്രോതസ്സുകൾ. അപ്പൊ നമ്മളെല്ലാവരും നല്ല എനർജി ഉള്ള മക്കളും അല്ലേ? അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് നോക്കാം. അപ്പൊ എന്താ നമ്മൾ ശരിക്കും എനർജി എന്ന് പറയുന്നത്? എന്തിനാണ് നമ്മൾ എനർജി, നമുക്ക് നല്ല എനർജി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താ സത്യത്തിൽ ഈ എനർജി കൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത്? നമുക്ക് ഏതൊരു പ്രവൃത്തി ചെയ്യണമെങ്കിലും അല്ലെ, നമുക്കൊരു കഴിവുണ്ടാവണം. അപ്പൊ പ്രവൃത്തി ചെയ്യാനുള്ള ആ കഴിവിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. സോ എനർജി ഇസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. അപ്പൊ അത് എന്ത് തരത്തിലുള്ള പ്രവൃത്തി ആയിക്കോട്ടെ അല്ലെ, നിങ്ങൾക്ക് പഠിക്കണമെങ്കിലും നിങ്ങൾക്ക് കളിക്കണമെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എനർജി ഉണ്ടാവണം. അപ്പൊ നമുക്ക് വേണ്ട എനർജി ശരിക്കും എവിടെ നിന്നാ കിട്ടുന്നത്? അത് നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയാണ് അല്ലെ. പ്രോപ്പർ ആയിട്ടുള്ള ഫുഡാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല എനർജി ഉണ്ടാവും. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഊർജം എന്ന് പറയുന്നത്. അപ്പൊ ഊർജത്തെ നമുക്ക് കാണാൻ സാധിക്കുമോ? എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം? ഊർജത്തെ നമുക്ക് കാണുന്നതിനേക്കാൾ കൂടുതൽ അല്ലെ പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാറാണ് പതിവ്. അപ്പൊ ഊർജത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഊർജത്തെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുകയില്ല, അതുപോലെ തന്നെ നശിപ്പിക്കാനും സാധ്യമല്ല. ഊർജത്തെ നമുക്ക് പക്ഷെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക്, അതായത് ഒരു രൂപത്തിൽ നിന്ന് ഊർജത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും. അപ്പൊ ഊർജത്തിന്റെ ഉറവിടങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. അപ്പൊ ടീച്ചർ നിങ്ങളെ ഇതിന് അടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ധനങ്ങൾ എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടും നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള ഇന്ധനങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കാറുണ്ട്. എന്തൊക്കെ ഇന്ധനങ്ങളാണ് നിങ്ങൾ കാണുന്നത്? പെട്രോൾ എന്നുള്ള ഇന്ധനം കാണാറുണ്ട്, ഡീസൽ കാണാറുണ്ട്, വിറക് കാണാറുണ്ട് അല്ലെ, മണ്ണെണ്ണ കാണാറുണ്ട്. സോ ദർ ആർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്യൂവൽസ് അറൌണ്ട് അസ്. അപ്പൊ എന്താ സത്യത്തിൽ ഈ ഫ്യൂവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ നിങ്ങള്, ഫ്യൂവൽസ് ആർ ദ സബ്സ്റ്റൻസ് ദാറ്റ് ജനറേറ്റ് ഹീറ്റ് വെൻ ബേൺഡ്. അപ്പൊ കത്തുന്ന സമയത്ത് അല്ലെ, കത്തുന്ന സമയത്ത് എന്താണ്? താപം പുറത്തുവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ വാഹനങ്ങളിൽ നമ്മൾ ഇന്ധനം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ വാഹനങ്ങളിൽ പെട്രോളൊക്കെ കത്തുന്നതിന്റെ ഫലമായിട്ട് താപം പുറത്തേക്ക് വരുന്നുണ്ട്. ആ താപത്തിന്റെ ഫലമായിട്ടാണ് എഞ്ചിൻ പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ മണ്ണെണ്ണ, വിറക്, LPG, പെട്രോൾ, ഡീസൽ, കൽക്കരി തുടങ്ങിയ ധാരാളം വസ്തുക്കളെ നമ്മൾ ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഫ്യൂവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവൽസ് ആർ ദ സബ്സ്റ്റൻസ് ദാറ്റ് ജനറേറ്റ് ഹീറ്റ് വെൻ ദേ ആർ ബേൺ. അപ്പൊ ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളൊക്കെ എന്താണ്? ഇന്ധനങ്ങളാണ് എന്ന് നിങ്ങൾ ഓർക്കുക. അപ്പൊ ഇന്ധനങ്ങളെ തന്നെ നമുക്ക് മറ്റൊരു കാറ്റഗറി പഠിക്കാനുണ്ട്. അവയാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഫോസിൽ ഇന്ധനങ്ങൾ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ആലോചിക്കണം. ഫോസിൽ ഫ്യൂവൽസ് ആർ റിമൈനിങ് ഓഫ് ദ ഓർഗാനിസം ഹു ലിവ്ഡ് ഹിയർ thousands of years ago. അപ്പൊ ഒരുപാട് വർഷക്കാലം മുന്നേ ഇവിടെ ജീവിച്ച ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ മണ്ണിനടിയിലാവുകയും കാലക്രമേണ ഒരുപാട് രാസമാറ്റങ്ങൾ നടന്നിട്ട് അത് ഇന്ധനമായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന പെട്രോളും ഡീസലും ഒക്കെ ഇത്തരത്തിലുള്ള ക്രൂഡ് ഓയിൽ എന്നറിയപ്പെടുന്ന ഒരു ഫോസിൽ ഇന്ധനത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് എന്നുള്ളതും കൂടെ ഈ ഒരു അവസരത്തിൽ പ്രത്യേകം നിങ്ങൾ ഓർക്കുക. അപ്പൊ ബാക്കി എന്തൊക്കെ ഫോസിൽ ഇന്ധനങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ടും എഴുതുക. ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. വരും ദിവസങ്ങളിൽ ഇതിന്റെ ഒക്കെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ മക്കൾക്കും ബൈ, സീ യു, ടേക്ക് കെയർ.